രാജസ്ഥാനിന്റെ സംസ്ഥാന മൃഗമാണ് ചിങ്കാര. ഇന്ത്യൻ കാടുകളിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനമാനാണ് ചിങ്കാരമാൻ. ഇന്ത്യൻ ഗസൽ എന്നും ഇതറിയപ്പെടുന്നു. കൃഷ്ണമൃഗത്തോട് ഏറെ സാദൃശ്യമുള്ളവയാണിവ. വളരെ നാണം കുടുങ്ങികളായ മൃഗങ്ങളാണ് ചിങ്കാരകൾ. മനുഷ്യ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ ഇവ വരാറില്ല. മണൽ കലർന്ന തവിട്ട് നിറമാണ് ശരീരത്തിന്. വയർഭാഗം വെള്ള നിറമായിരിക്കും. ഇവയുടെ മുഖത്ത് കണ്ണിന്റെ കോണിൽ നിന്ന് മൂക്കുവരെ നീളുന്ന കടും തവിട്ട് നിറത്തിലുള്ള വരകളുണ്ട്. വാലിന് കറുപ്പ് നിറമാണ്. 3 അടി ഉയരവും 15 മുതൽ 23 കിലോ വരെ ഭാരവും ഇവയ്ക്കുണ്ട്. മിനുസമാർന്നതും തിളക്കമുള്ളതുമായ രോമങ്ങളുള്ള ഇവയുടെ ശരീരം വേനൽക്കാലത്ത് ചുമപ്പ് കലർന്ന നിറമായും ശൈത്യകാലത്ത് ഇളം നിറമായും മാറുന്നു. ഇത് പുൽമേടുകളിലെ വേട്ടക്കാരിൽ നിന്നും ഒളിക്കാൻ അവയെ സഹായിക്കുന്നു. ആൺമാനുകൾക്കും പെൺമാനുകൾക്കും കൊമ്പുകളുണ്ട്. ആൺമാനുകളുടെ കൊമ്പുകൾ കൂടുതൽ നീളവും വളവും ഉണ്ടാകും. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഇന്ത്യയിൽ പ്രധാനമായും രാജസ്ഥാനിലെ താർ മരുഭൂമി, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വരണ്ട സമതലങ്ങളിലും കുറ്റിക്കാടുകളിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. പുല്ല്, ഇലകൾ, പഴങ്ങൾ എന്നിവയാണ് ഇവയുടെ ആഹാരം. വളരെ കാലം വെള്ളം കുടിക്കാതെ ജീവിക്കാനും ഇവയ്ക്ക് പറ്റും. സസ്യങ്ങളിൽ നിന്നുള്ള ജലാംശം ഉപയോഗിച്ച് ദീർഘകാലം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. രാത്രിയിലും ഇവ ആഹാരം കഴിക്കുന്നു. ഈ മൃഗങ്ങൾ പലപ്പോഴും 4 പേര് ചേർന്നുള്ള ഗ്രൂപ്പുകളായാണ് സഞ്ചരിക്കുന്നത്. ഒറ്റയ്ക്കും സഞ്ചരിക്കാറുണ്ട്. അപകടം മണത്തറിഞ്ഞാൽ ഇവ നിലത്ത് കുളമ്പുകൊണ്ട് തട്ടുകയും ഒരുതരം ചൂളം വിളി ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇവയ്ക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. ചിങ്കാരകൾക്ക് വർഷത്തിൽ ഏത് സമയത്തും പ്രജനനം നടത്താൻ സാധിക്കുമെങ്കിലും പ്രധാനമായും 2 സമയങ്ങളിലാണ് ഇത് കൂടുതലായും നടക്കുന്നത്: വേനൽക്കാലത്തും ശരത്കാലത്തും. പ്രജനന കാലത്ത് ആൺമാനുകളുടെ കഴുത്തിലെ പേശികൾ കൂടുതൽ ബലമുള്ളതാകുകയും അവ കൂടുതൽ കരുത്തരായി കാണപ്പെടുകയും ചെയ്യുന്നു. പ്രജനന കാലത്ത് ഓരോ ആൺ ചിങ്കാരയും തന്റേതായ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുന്നു. തന്റെ അതിർത്തി അടയാളപ്പെടുത്താൻ ഇവ പ്രധാനമായും 2 വഴികൾ സ്വീകരിക്കുന്നു. ഒരേ സ്ഥലത്ത് തന്നെ ആവർത്തിച്ച് വിസർജനം നടത്തി അതിർത്തി നിശ്ചയിക്കുന്നു. കണ്ണിന് താഴെയുള്ള പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നുള്ള ദ്രാവകം ചെടികളിലോ കൊമ്പുകളിലോ ഉരസി സ്വന്തം ഗന്ധം വ്യാപിപ്പിക്കുന്നു. ഈ പ്രദേശത്തിനുള്ളിൽ മറ്റ് ആൺ ചിങ്കാരകൾ പ്രവേശിക്കുന്നത് ഇവ തടയുന്നു. തന്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്ന മറ്റ് ആൺമാനുകളുമായി ഇവ കഠിന പോരാട്ടത്തിൽ ഏർപ്പെടുന്നു. തങ്ങളുടെ വളഞ്ഞ കൊമ്പുകൾ ഉപയോഗിച്ച് പരസ്പരം തള്ളുകയും കുത്തുകയും ചെയ്യുന്നു. ബലഹീനരായ ആൺമാനുകൾ തോൽവി സമ്മതിച്ച് ആ പ്രദേശത്ത് നിന്ന് പിന്മാറുകയാണ് പതിവ്. ഒരു നിശ്ചിത പ്രദേശത്തെ ആധിപത്യം നേടിയ ആൺ ചിങ്കാര ആ അതിർത്തിക്കുള്ളിൽ വരുന്ന പെൺമാനുകളുടെ കൂട്ടത്തെ സംരക്ഷിക്കുകയും അവയുമായി പ്രജനനം നടത്തുകയും ചെയ്യുന്നു. 150 മുതൽ 160 ദിവസം വരെയാണ് ഗർഭകാലം. പ്രസവത്തിൽ ഒരു കുഞ്ഞാണ് ഉണ്ടാകുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കുറ്റിക്കാടുകളിലോ ഉയർന്ന പുല്ലുകൾക്കിടയിലോ ഒളിപ്പിച്ചു വെക്കുന്നു. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കുഞ്ഞുങ്ങൾ വളരെ നിശബ്ദമായി ഒരിടത്ത് തന്നെ കിടക്കും. അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിന് പാൽ നൽകുന്നു. ഏകദേശം 2 മാസത്തോളം കുഞ്ഞുങ്ങൾ അമ്മയുടെ പാലിനെ ആശ്രയിക്കുന്നു. അതിനുശേഷം അവ പതുക്കെ പുല്ലും ഇലയും തിന്നു തുടങ്ങും. ചിങ്കാരയെ രാജസ്ഥാനിലെ ബിഷ്ണോയി സമൂഹം ആരാധിക്കുന്നു.